PM ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു. നാളെ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ PM ശ്രീ ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര CPIM സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു. CPI എക്സിക്യൂട്ടീവിന് മുൻപാണ് യോഗം. മന്ത്രിസഭയിൽ തുടരണോ എന്നതിലടക്കം നാളത്തെ നിർണായക CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന സൂചനയ്ക്കിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോൺ കോൾ. CPI സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച മുഖ്യമന്ത്രി കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടെന്നാണ് വിവരം. പ്രശ്നം പരിഹരിക്കാൻ നേരിട്ടുള്ള ചർച്ച നടത്താമെന്നും പിണറായി വിജയൻ അറിയിച്ചു. എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ മറുപടി എന്തെന്ന് വ്യക്തമല്ല. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി യോഗവും നാളെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ആരാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നതിൽ അവ്യക്തത തുടരുകയാണ്. പദ്ധതി ഉപേക്ഷിക്കണമെന്ന കടുത്ത നിലപാടാണ് ഇന്നും CPI നേതാക്കൾ ആവർത്തിച്ചത്. പാർട്ടിയുടെ നിലപാട്, ആ നിലപാടിൽ ഒരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബേബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള കാര്യം പറഞ്ഞു. വിഷയം ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ള തീരുമാനം അപ്പോൾ പറയും. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതോടെ CPI കടുത്ത തീരുമാനം എടുക്കില്ലെന്ന പ്രതീക്ഷയാണ് CPIM നേതൃത്വത്തിന്. ഇത് എന്റെയും കൂടി സർക്കാരാണെന്ന മന്ത്രി GR അനിലിന്റെ പ്രതികരണവും CPIMന് പ്രതീക്ഷയേകുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്ന വാദം ഇന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവർത്തിച്ചു. പദ്ധതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിന്റേതായ സിലബസുമായി മുന്നോട്ട് പോകും. അതിനിടെ സർക്കാരിനെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയും രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ നാണംകെട്ട കീഴടങ്ങൽ എന്നാണ് സാംസ്കാരിക പ്രവർത്തകരുടെ സംയുക്ത പ്രസ്താവന. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.